വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ജനറൽ PSC. നമുക്ക് ടൈപ്പിസ്റ്റിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വേർഡ് പ്രോസസ്സിംഗിൽ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രിന്റ് എ ഡോക്യുമെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ്. ഈ വേർഡ് പ്രോസസ്സിംഗിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഷോർട്ട് കട്ട് കീസ്. ഒരു വേർഡ് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 Ctrl+P. ഇതാണ് കറക്റ്റ് ആൻസർ അല്ലെ. Ctrl+P എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അപ്പോൾ ഈ Alt+P എന്താണ്? Alt+P എന്ന് പറയുന്നത് പേജ് ലേഔട്ടിനുള്ള ഷോർട്ട് കട്ട് ആണ്. പേജ് ലേഔട്ടിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് എന്ത്? Alt+P എന്ന് പറയുന്നത്. അപ്പം ഏതാണ് നമ്മൾ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ? Ctrl+P ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which of the following tabs is equation tool available in Word 2007? My MS Office 2007 ഈ ഇക്വേഷൻ ടൂൾ ഏത് ടാബിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ടാബ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രശാന്ത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ടാബുകൾ എന്നുള്ളത് അല്ലെ. അപ്പം ഇതിൽ ചോദിച്ചത് വേർഡ് ഡോക്യുമെന്റിലെ ഏത് ടാബിലാണ് ഇക്വേഷൻ എന്ന് പറയുന്ന ടൂൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതിലായിരുന്നു? ഇൻസേർട്ട്. ഇതിൽ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സിമ്പിൾ, ഇക്വേഷൻ, ഇൻസേർട്ട്, റെഫറൻസ്. ഇതിൽ ഏതൊക്കെയാണ് ടാബ്? ഇത് രണ്ടും മാത്രമാണ് ടാബ് ആയിട്ടുള്ളത്, ഇൻസേർട്ടും റെഫറൻസും. ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലുള്ള 2 ടൂൾസ് ആണ് എന്ത്? സിമ്പിൾസും ഇക്വേഷൻസും. ഇതിൽ ആകെ 2 ടാബേ ഉള്ളൂ, ഒന്ന് ഇൻസേർട്ടും ഒന്ന് റെഫറൻസും. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലുള്ള ടൂൾസ് ആണ് എന്ത്? സിമ്പിൾസും ഇക്വേഷൻസും. ഇൻസേർട്ടിൽ മറ്റെന്തൊക്കെ ടൂൾസ് ആണ് ഉള്ളത്? ഒരുപാട് ടൂൾസ് ഉണ്ട് അല്ലെ. നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് ആഡ് ചെയ്യാം, പേജുകൾ ആഡ് ചെയ്യാം, ടേബിൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇൻസേർട്ട് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. അതിൽ വരുന്ന ഒരു ടൂളാണ് എന്ത്? ഇക്വേഷൻ ടൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാബ് ഈസ് ഇക്വേഷൻ ടൂൾ അവൈലബിൾ ഇൻ 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എവിടെയാണുള്ളത്? ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണുള്ളത്. സിമ്പിൾസ്, ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് മേലെയും താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. ഇതൊരു ഇന്റർനെറ്റ് പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സെർച്ച് എഞ്ചിൻ എന്താണ്? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അതിൽ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് എടുത്തു തരുന്ന ആ ഒരു ടൂളിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പറയും ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഗൂഗിൾ ചെയ്ത് നോക്കൂ അല്ലേ. ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അതായത് നമുക്ക് ഇൻഫർമേഷൻ, വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്ത് തരുന്ന ആ ഒരു എഞ്ചിൻ. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിച്ചത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ. ഇതിൽ നമുക്കറിയാം ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണെന്ന് അറിയാം അല്ലെ. ഗൂഗിൾ ആണ് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും തരുന്നത്. പിന്നെ ഏതൊക്കെയാണ് ഇതിൽ സെർച്ച് എഞ്ചിൻ? ബിങ് എന്ന് പറയുന്നതും ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അതുപോലെ തന്നെ യാഹു എന്ന് പറയുന്നതും ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ ഏതാ ബാക്കിയുള്ളത്? റെഡിഫ്. റെഡിഫ് എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ്. റെഡിഫ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ അല്ല, ഒരു പോർട്ടലാണ്. ന്യൂസുകളും ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോർട്ടൽ മാത്രമാണ് എന്ത്? റെഡിഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ അലോസ് യു ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് സ്ലൈഡ്സ് പെർ പേജ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് നമ്മുടെ പേജില് ഒരു പേജിൽ തന്നെ സ്ലൈഡ്സുകൾ അലൈൻ ചെയ്ത് വെക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, പ്രിന്റ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ ഈ ഓപ്ഷൻസ് അടുക്കി വെക്കുന്നത് അല്ലെ. ഈ പ്രിന്റ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഫയൽ എന്ന് പറയുന്ന ടാബിന്റെ ഉള്ളിലാണുള്ളത്. പ്രിന്റ് പ്രിവ്യൂ എന്ന് പറയുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള, അപ്പൊ അതിലും നമ്മൾ പേജുകൾ അലൈൻ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. ഹാൻഡ് ഔട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. വിച്ച് ഓപ്ഷൻ അലൗസ് യു ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് സ്ലൈഡ്സ് പെർ പേജ്. ഏത് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ ഏത് ടാബിലാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിന്റെ ആൻസർ എന്താണ്? ഹാൻഡ് ഔട്ട്സ് ആണെന്ന്. കാരണം ഫയലിലെ പ്രിന്റ് പ്രിവ്യൂല് അല്ലെങ്കിൽ പ്രിന്റിൽ വരുന്നതാണ് എന്ത്? ഹാൻഡ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെ. ഹാൻഡ് ഔട്ട് 2 ഇങ്ങനെ കാണാം, ഹാൻഡ് ഔട്ട് 2 സ്ലൈഡ്സ് പെർ പേജ് നമുക്ക് കാണാം. അതായത് നമ്മൾ പ്രിന്റ് പ്രിവ്യൂ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഹാൻഡ് ഔട്ട് 2 സ്ലൈഡ്സ് പെർ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം കാണാം. എത്ര സ്ലൈഡ് വീതം ഓരോ ഡോക്യുമെന്റ് ഫയലും വേണം എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓപ്ഷനിലാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഹാൻഡ് ഔട്ട്. ഏറ്റവും കൺഫ്യൂസിങ് ആണ് അല്ലേ. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്?
നമ്പർ ഓഫ് സ്ലൈഡ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫയലിലെ പ്രിന്റിലാണ്. സോ നമുക്ക് അവിടെ എല്ലാ ഓപ്ഷൻസും ഒരുപോലെ തന്നെ തോന്നും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ടു ആഡ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ റേഞ്ച് B1 to B10 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ്. 4 ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആഡ് B1 to B10, സം ഓഫ് B1 to B10, സം ടു T B1 to B10, to TC B1 to B10. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആഡ് B1 to B10, സം B1 to B10, സം TOT B1 to B10, TOTC B1 to B10. ഓക്കെ, നമ്മുടെ എക്സൽ ഷീറ്റ് അല്ലേ, എക്സലിൽ നമുക്ക് കുറെ കോളംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡാറ്റ B1 മുതൽ B10 വരെയുള്ള ഡാറ്റാസിനെ ആഡ് ചെയ്യാൻ, അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് സം എന്ന് പറയുന്ന ബാറിൽ പോകുന്ന സമയത്താണ് B1 to B10 വരെയുള്ള ഡാറ്റനെ സെലക്ട് ചെയ്തിട്ട് സം എന്ന് പറയുന്ന ബാറിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫംഗ്ഷൻ വരുന്നത് എന്താണ്, സം ഓഫ് B1 to B10 ആണ്. അപ്പൊ ഏതാ ഇതിന്റെ കറക്റ്റ് ആൻസർ, സം ഓഫ് B1 to B10. ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെയാണ് സം TOTയും അതുപോലെ തന്നെ TOTCയും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ആഡും സമ്മായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ഈ ഒരു സിമ്പിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു സിമ്പിൾ എടുക്കുമ്പോഴാണ് നമ്മൾ സമ്മ് കാണുന്നത്. എന്നിട്ട് ചൂസ് ചെയ്തിട്ട് ഈ ജസ്റ്റ് ഈ സം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ. നമ്മൾ PPT ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ഷോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. F5 ഉണ്ട്, F7 ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. ഏതായിരിക്കും, F5 ആണ് അല്ലേ. അതായത് നമ്മൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് F5 ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും, സ്ലൈഡ് ഷോ ആവും. ഈ F1 എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, F1 എന്ന് പറയുന്നത് ഹെൽപ്പ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് കട്ട് കീ ആണ് F1. F7 എന്ന് പറയുന്നത് PPT എടുത്തിട്ട് F7 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പൊ ചില സിസ്റ്റത്തിൽ ഓരോരോ ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ചിലതിൽ സ്ക്രീൻ റെക്കോർഡ് ആയിരിക്കും, ചിലതിൽ ഗൂഗിളിലേക്ക് പോകാനായിരിക്കും. അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വരിക. അപ്പം ഏതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F5 ആണ്. അപ്പൊ നമ്മൾ വേർഡ് പ്രോസസ്സിംഗിലെ 6 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുമായിട്ട് ഞാൻ വരുന്നതാണ്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയ ടൈപ്പിസ്റ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്കമിംഗ് ആയിട്ട് വരുന്ന ഒരുപാട് എക്സാംസിന് സഹായിക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പുതിയ സിലബസ്, ഒരുപാട് അപ്ഡേഷൻസ് ഓരോ സിലബസിലും വരുന്നുണ്ട്. അപ്പൊ പുതിയ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പുതിയ ടോപ്പിക്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് സീരീസ്, നിങ്ങൾക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. മോഡൽ എക്സാംസുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ജനറൽ PSCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പുതിയ വീഡിയോസും അപ്ഡേഷൻസുമായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക്